എന്റെ മൂത്ത മകൻ എന്നെ വിട്ടുപിരിഞ്ഞ ദിവസമാണിന്ന്. വിനോദിനെ പോലെ എന്റെ കണ്ണുകളിലൊന്നായിരുന്നു രമേഷ്. അവനെ കൊല ചെയ്ത ആ മൃഗൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നാലും ഈ അച്ഛന് അവനോടുള്ള പ്രതികാരം തീരില്ല. മോളെ, നീ എവിടെയായിരുന്നു? വക്കീലാഫീസിൽ. സുധാരൻ ചേട്ടനെ കണ്ടോ? ഇല്ല. വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടത് ശരിയാണോ? അതെ അച്ഛാ. സുധാകരൻ അയാൾക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിയതുകൊണ്ട് രാജീവനും അവന് തോന്നിയ പെണ്ണിനെ കെട്ടാൻ അയാൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് സുധാകരൻ എന്റെ മുഖത്ത് ചവിട്ടുകയാണല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അവനൊക്കെ എത്ര വലിയവനായാലും എന്റെ കണ്ണീരിന് കണക്ക് പറയേണ്ടി വരും. അച്ഛൻ വിഷമിക്കണ്ട. എന്റെ ചേട്ടനെ കൊല ചെയ്തവനെയും അവന്റെ കുടുംബത്തിനെയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മയോട് ആരേത് പറഞ്ഞത്? ശങ്കരൻ നായർ. അമ്മ ഭയപ്പെടാതെ. ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അനിയത്തിയുടെ കല്യാണം നടക്കും. ഇല്ല മോനെ, എന്റെ വിശ്വാസങ്ങളെല്ലാം തകർന്നു. കരയാതിരിക്കമ്മേ. തുളസിയുടെ വിവാഹം മുടക്കാൻ ആ വിനോദ് എന്തെങ്കിലും ചെയ്താൽ അവൻ പറഞ്ഞിരിക്കുന്ന സമയത്തിന് അവന്റെ ശവമായിരിക്കും എടുക്കുന്നത്. അമ്മയുടെ ഈ ചന്ദ്രനാണ് പറയുന്നത്. അമ്മ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയി. ആ തുളസി ഇതൊന്നും അറിയണ്ട. അയ്യോ എന്നെ നെഞ്ചുപിടണേ, അയ്യോ എന്നെ കരളുപിടണേ, അയ്യോ ഓടി വരണേ, അയ്യോ എന്നെ നെഞ്ചുപിടണേ, എന്നെ രക്ഷിക്കണേ, ഞാനിപ്പോ ചത്തുപോകും, എനിക്ക് നെഞ്ചുവേനെടുത്ത് വയ്യാ, എന്നെ ഉടനെ ആശുപത്രി പൊണ്ണ് യജമാനന്മാരെ എന്നെ ആശുപത്രി കൊണ്ട് പോടേ, എനിക്ക് നെഞ്ചുവേനെടുക്കണേ, ഞാൻ ഇപ്പൊ ചത്തു സാർ, ആശുപത്രി കൊണ്ടുപോകും സാർ. ചന്ദ്രന് ജയിലിച്ചാടാ നീയല്ലേ കൂട്ടുന്നത്? വിനോദ വരുത്തൻ ചന്ദ്രന്റെ പെങ്ങളുടെ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞു. അവനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ചന്ദ്രന് ജയിലിൽ ചാടി പോയിരിക്കുന്നത്. സൂക്ഷിക്കുക. മണിക്കൂറുകൾക്ക് മുമ്പ് തടവ് ചാടിയ ഇയാളെ നാടാകെ
പോലീസ് തിരയുകയാണ്. ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം നൽകുകയോ പിടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. സുലോചനെ, ചന്ദ്രേട്ടാ, ശബ്ദിക്കരുത്. എന്റെ പിന്നാലെ പോലീസുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് എന്റെ അനിയത്തിയുടെ കല്യാണം നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട്. എനിക്ക് സുധാകരൻ സാറിനെ ഉടനെ വന്ന് കാണണം. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. വിവാഹം നടക്കില്ലെന്ന് ആരാ പറഞ്ഞത്? തമ്പിയുടെ മകൻ വിനോദ്. അവൻ എന്റെ അനിയത്തിയുടെ ജീവിതം തകർത്താൽ ഞാൻ അവനെ കൊല്ലും. അവിവേകം ഒന്നും കാണിക്കരുത്. ആരൊക്കെ എതിർത്താലും ഈ വിവാഹം നടക്കും. ഞാനത് നടത്തും. തുളസി എന്റെയും സഹോദരിയല്ലേ ചന്ദ്രേട്ട? ഞാനില്ലേ ഇവിടെ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഹലോ, ചേച്ചിയല്ലേ? ഞാനാ രേണുക. സുഖാണോ? മോളെവിടെ? ആ, ശരി, ഓക്കെ, വെച്ചേക്കട്ടെ. എസ് മോഹൻദാസ് ആണ്. സെൻട്രൽ പ്രസിഡന്റ് ആണോ? അവൻ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. യെസ് ഓക്കെ. ഹലോ, യെസ് ഞാനാണ്. ബ്രിഡ്ജിനടുത്തോ? എന്റെ മക്കളെ